മമ്മി സമയം കഴിഞ്ഞു പോയിട്ടില്ല, ഒന്നുകൂടി ഇത് മോഡേൺ അമ്മ അല്ലേ? ഇത് നമ്മുടെ നാട്ടിലെ തനി നാടൻ അമ്മ. ഒരു കാരണമില്ലാണ്ട് ചുമ്മാ ഇരുന്ന് കരയും. ഹായ്, ഐ എം ദിവ്യ ബ്രിൻഡോ. അപ്പോൾ പ്രഗ്നൻസി അറിഞ്ഞതിന് ശേഷം ഇവിടെ എല്ലാവരും ഭയങ്കര പഠിത്തമാണ് കേട്ടോ. ഒരിക്കലും ബുക്ക് വായിക്കാത്തവരൊക്കെ ഇവിടെ ഭയങ്കര പഠിത്തമാണ്. മമ്മി ഏതാണ്ടൊക്കെ ഫോണിൽ നോക്കി പഠിക്കുവാണോ അതോ എന്തോ? എന്നെടുക്കും മമ്മി? അതെ, എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നുള്ളൂ. ഇപ്പോഴത്തെ ഫോണിൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻസിയെ പറ്റി ആണെങ്കിൽ അത് മാത്രമേ വരുള്ളൂ. മമ്മി അതാണ് നോക്കണേ. ഞാൻ നമ്മുടെ ചേട്ടൻ ചേച്ചിയുടെ അയച്ചു തന്നൊരു പുസ്തകമാണ് വാട്ട് ടു എക്സ്പെക്ട് വെൻ യു ആർ എക്സ്പെക്ടിങ്. ഒരു ഇത്രയും വലിപ്പമുള്ള ചെറിയൊരു പുസ്തകം. ഇത് നമ്മുടെ ഡിക്ഷണറിയുടെ അത്രയും വലിപ്പമുണ്ട് സാധനം. ഇത് വായിച്ച് പഠിക്കാൻ പറഞ്ഞേക്കുവാണ് എൻ്റെ അടുത്ത് മാത്രമല്ല ദിവ്യയുടെ അടുത്തും. വായിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പിന്നെ ഇപ്പം നിനക്ക് ഫീൽ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ എനിക്കും കൂടെ മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ നീ മാത്രം നിനക്ക് നെഞ്ചെരിയുന്നു, നിനക്ക് ഗ്യാസ് കയറുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നീ പറയുമ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നു. പിന്നെ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് ഒരു കാരണമില്ലാണ്ട് ചുമ്മാ ഇരുന്ന് കരയും, ചുമ്മാ ദേഷ്യം വരും. കഴിഞ്ഞ ദിവസം ഒരു ഓറഞ്ചൊക്കെ വന്ന് എൻ്റെ തലയിൽ വീണായിരുന്നു. എനിക്ക് പോലും മനസ്സിലായില്ല എന്തിനാന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവക്ക്, അതായത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർക്ക് എന്താണോ ഫീൽ ചെയ്യുന്നുള്ള കാര്യം നമുക്കും കൂടെ മനസ്സിലാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാലേ മനസ്സിലുള്ളൂ. അല്ലെങ്കിൽ മമ്മീനെ പോലുള്ളവരെല്ലാം പറഞ്ഞു തന്നെ മമ്മി ഇതൊന്നും വായിച്ച് പഠിക്കാത്തതാണ്. അതെ, ഇതൊന്നും പഠിക്കാത്തതാണ് മമ്മിയുടെ രണ്ട് പിള്ളേരും. അതെ, ഇടയ്ക്ക് മമ്മി പറയാറുണ്ടല്ലോ, മമ്മി അന്നേരം ഇടയ്ക്ക് പറയാറുണ്ട് കേട്ടോ, മമ്മി ഒന്നും വായിച്ച് പഠിക്കാത്തതാണ് രണ്ട് പിള്ളേരും തലതെറിച്ച് പോയെന്നൊക്കെ. മമ്മി വനിത വായിക്കുവായിരുന്നല്ലേ മമ്മി? അതല്ലേ, ഇത് മാറ്റി നേരത്തെ പറയായിരുന്നേ, മമ്മി സ്കൂളിൽ പോകാതെ ലീവ് എടുത്ത് വനിത വായിക്കാനിരിക്കുവായിരുന്നു അല്ലേ മീ? ഇതുപോലെ പുസ്തകം വായിച്ചു പഠിച്ച് അതുപോലെ ജീവിക്കുന്ന മനുഷ്യരെ അതുപോലെ ജീവിക്കണം. നമുക്കൊരു എന്നെ കൊണ്ടുപോയി കേട്ടോ ഇത്രയും വലിയ പുസ്തകം. ഇത് നമ്മുടെ നാട്ടിലെ തനി നാടൻ അമ്മ. നമ്മള് ഇത് മോഡേൺ അമ്മ അല്ലേ? ഇത് മോഡേൺ. അതനുകരിച്ച് ഛർദി ഇല്ലെങ്കിൽ ഛർദിക്കുകയും ക്ഷീണമല്ലേ ക്ഷീണിക്കുകയും. അതെ, പുസ്തകം വായിച്ചിട്ടേ ഫസ്റ്റ് ട്രിമസ്റ്ററിലെ ഛർദിയൊക്കെ വരുന്നു പറഞ്ഞുകൊണ്ട് ഛർദി ഇല്ലാഞ്ഞിട്ടും എനിക്ക് ഛർദി ഇല്ലേ? അതെ, ഈ സമയത്ത് മാക്സിമം കെയർ ഒക്കെ കിട്ടുള്ളൂ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് ചേട്ടനും ചേച്ചിയും എനിക്കിട്ട് നല്ല പണി കൂടെ തരുന്നുണ്ട്. എന്നെ ദിവ്യനെ ഒരുമിച്ച് ഫോൺ ചെയ്യില്ല. ദിവ്യനെ അവർ തനിച്ച് വിളിക്കുക, എന്നെ തനിച്ച് വിളിക്കുക. എന്നിട്ട് ദിവ്യയുടെ ഓരോരോ കാര്യങ്ങൾ പറയും, ഇന്നത് പറ, ഇന്നത് ചോദിക്കുക, അത് ചോദിക്കുക. ഇപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാലും ദിവ്യ എന്ത് ചോദിച്ചാലും സാധിച്ചു കൊടുത്തേക്കണം, ഇത് ദിവ്യയുടെ സമയമാണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും. എന്നെ അങ്ങ് ഓഹോ. അതങ്ങനെ എനിക്ക് മേടിക്കുന്ന എല്ലാം തിന്നുന്ന ആരാ? ഈ ഇരിക്കുന്ന ആളാ തിന്നുന്നേ. അതെ അതെ അതെ, അതെ, ഞാൻ തടി വെക്കുന്നതിന്റെ ഒപ്പം ഇവിടെ എല്ലാരും തടി വെക്കണം. വീട്ടിലെ എല്ലാവരെയും കൂടെ അവള് ഉരുട്ടിയെടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ നമ്മുടെ പുസ്തകത്തിനെ പറ്റി പറഞ്ഞില്ല, പുസ്തകത്തിൽ 20 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മന്തിലും വായിക്കേണ്ട ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മന്ത് ഫീൽ ചെയ്യുന്നത് ദ ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്, ഫോർത്ത് മന്ത്, ഫിഫ്ത്ത് മന്ത്, അങ്ങനെ ഓരോ മാസം വായിക്കേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇവളുടെയൊക്കെ ഈ ഹോർമോൺ ചേഞ്ചസ് കാരണം സ്വഭാവം മാറുന്നൊക്കെ നമുക്ക് മനസ്സിലാകണ്ടേ? ചില സമയത്ത് ഇത് ചെറിയ ഒറ്റ അടികൾ കൊടുക്കുന്നു, പിന്നെ നമ്മുടെ അങ്ങനെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒക്കെ ഒരു ബോധമുള്ള നല്ലതാണ്. അതെ, അപ്പം അങ്ങനെയൊക്കെ ബോധം വെക്കണമെങ്കിൽ ഇത് കൂട്ട് പുസ്തകം വായിക്കുന്നത് വളരെ നല്ലതാണ്. കെട്ടുകൾ മാത്രമല്ല, ഹസ്ബൻഡും വീട്ടിലുള്ളവരും കൂടെ വായിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ പഴമക്കാർ പറയുന്നതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട, മമ്മീനെ ട്രോളുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് അറിയത്തില്ല. ചേട്ടൻ അയച്ചു തന്നാണ്. വലിപ്പം കണ്ടിട്ട് ഒരു 100-500 രൂപ ആവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഫ്രണ്ടിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അമ്മേ. 699 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ മേടിക്കുമ്പോൾ അത്രയും വിലയൊന്നും കാണില്ലായിരിക്കും. എന്തായാലും ഇതൊന്നും മസ്റ്റായിട്ട് വായിക്കണം. ചേട്ടനും ചേച്ചിയും പുസ്തകത്തിൻ്റെ പേരൊക്കെ ഞാൻ ഓൾറെഡി വായിച്ചായിരുന്നു. വാട്ട് ടു എക്സ്പെക്റ്റും വെൻ യു ആർ എക്സ്പെക്ടിങ്ങും. അപ്പം ഈ സമയത്ത് ഇങ്ങനെ ഒരു പുസ്തകമൊക്കെ വായിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് 2 പേരും കൂടെ വായിക്കുന്നതായിരിക്കും നല്ലത്. ഒരാൾ മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ അല്ലേ?
അതെ നമുക്കത് മനസ്സിലാണല്ലോ അവൾക്ക് എന്താ ഫീൽ ചെയ്യുന്നുള്ളത് നമുക്ക് നേരത്തെ അറിഞ്ഞിരിക്കാൻ നമുക്ക് അതനുസരിച്ച് പെരുമാറാമല്ലോ അതെ അതെ അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാമല്ലോ അതെ അതെ ആവശ്യക്കാരല്ല എല്ലാവരും തന്നെ വാങ്ങി ഒന്ന് വായിക്കണം നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് വന്നേരം അയച്ചു ഇനി തന്നെ പ്രഗ്നൻസി ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു ഇവരെന്നെ ഉള്ളു അത് വായിച്ചു പഠിച്ചെല്ലാം മനപ്പാടാക്കുവോ അന്ന് വേണമെങ്കിൽ മമ്മിയും കൂടെ ഒന്ന് പഠിച്ചു മമ്മി സമയം കഴിഞ്ഞു പോയിട്ടില്ല ഒന്നുകൂടി ഒന്ന് അയച്ചു കൊടുക്കാൻ പോയാലേ അതിന് അടുത്തതിന് വേണ്ടേ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇത് തന്നെ ഇത് എല്ലാം മനപ്പാടാക്കുവോ അതെ 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 അപ്പൊ എന്താണ് ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നത് ബൈ ശരി ബൈ ബൈ